ചിക്കൻ മന്തി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് താഴെ പറയുന്നതാണ്: ഡ്രൈഡ് ലെമൺ, പെപ്പർ പൗഡർ, ചിക്കൻ സ്റ്റോക്ക്, കറുകപ്പട്ട, പെപ്പർ, ഏലക്ക, പെരിഞ്ജീരകം, ഗ്രാമ്പൂ, സിനമൺ പൗഡർ, ജീരകം, മല്ലി, മന്തി മസാല, ഗരം മസാല എന്നിവയാണ്. നമുക്കിനി ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടി വെളുത്തുള്ളിയും ജിഞ്ചറും എടുക്കണം. ഗാർലിക്കും ജിഞ്ചർ ഇച്ചിരി അധികം ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ 7 പേർക്കുള്ള മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി മസാല വേണം, അതുകൊണ്ട് ഇച്ചിരി അധികം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായത് ഒണിയനാണ്. 4-5 ഒണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അതേപോലെ തന്നെ ക്യാപ്സിക്കം 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ക്യാപ്സിക്കവും ഓണിയനും മല്ലിയിലയും പുതിനയിലയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഓണിയനും ക്യാപ്സിക്കവും ജിഞ്ചറെല്ലാം ഇട്ട് ചിക്കനെ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ ഓൾറെഡി ഞാൻ ഇച്ചിരി ആവശ്യത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും ക്യാപ്സിക്കം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മസാലക്കൂട്ടുകളെല്ലാം ആഡ് ചെയ്യണം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ വെച്ചിരുന്ന മന്തി മസാല, സിനമൺ പൗഡർ, ഗരം മസാലയുടെ പൗഡർ, ചിക്കൻ സ്റ്റോക്ക്, പെപ്പർ പൗഡർ, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കണം. അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക്കും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ചേർത്തതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം ജിഞ്ചർ ഗാർലിക്ക് ഇടാമെന്ന് വെച്ചതാണ്. നമ്മൾ ഈ ചിക്കനിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോഴല്ല, നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്താണ് ഒഴിക്കുന്നത്. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ആവശ്യമാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് പെരിഞ്ജീരകം, ചെറിയ ഉരുണ്ടിരിക്കുന്ന ജീരകം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ പെരിഞ്ജീരകം എന്ന് പറയാം, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. പല നാട്ടിലും പല ടൈപ്പിലാണ് ഇതിനെ പറയുന്നത്. പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, അതെല്ലാം മിക്സ് ചെയ്യാം. ശരിക്കും മന്തിയിലേക്ക് വലിയ പീസ് ചിക്കനാണ് വേണ്ടത്, പക്ഷേ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചെറുതായിപ്പോയി. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ ഉരുളിയിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ടുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രാമ്പു, കറുകപ്പട്ട, പിന്നെ മല്ലിയാണ് ഇതിലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മന്തി റൈസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് മല്ലിയല്ലേ. പിന്നെ ഡ്രൈഡ് ലെമൺ, മല്ലി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, വലിയ ജീരകം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ലെമൺ പിഴിഞ്ഞൊഴിക്കാം. പക്ഷേ ഞാനിതൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെനിക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയായിരുന്നു. പിന്നെ ഒരു 80-85 വേവ് മാത്രമേ പാടുള്ളൂ. അതിന് നല്ലപോലെ വേവാൻ പാടില്ല. കാരണം നമ്മൾ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കും. അതുകൊണ്ട് ഒരു 80-85 വരെ ആ വേവ് പാടുള്ളൂ ഇതിൻ്റെ. ഈ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ടാവും. നമുക്കിനി ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഇനി മന്തി റൈസ് ഇടുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് വെന്ത ചിക്കനെ. വേവിച്ചെടുത്ത ചിക്കൻ്റെ മേലെ നമ്മളിനി മന്തി റൈസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മന്തിക്ക് കളറ് കിട്ടാനായിട്ട് കളറ് ആഡ് ചെയ്യാവുന്നവർക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചേക്കുവാണ്. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ചിക്കനിലധികം എരിവ് ചേർത്തിട്ടില്ല. ചില്ലി പൗഡർ അധികം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് അങ്ങ് പോയിക്കോളും. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു സ്മോക്ക് ചെയ്യാനായിട്ട് ചാർക്കോൾ ഇട്ടിട്ട് ആ ഒരു ഫീൽ കിട്ടണ്ടേ നമുക്ക് മന്തിയുടെ. അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ ഇട്ടിട്ട് നമ്മൾ ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മയണൈസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കണേ. അതിലേക്ക് ഒരു സ്പൂൺ പുഴുങ്ങിയ മുട്ട ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഈ സ്പൂൺ അളവിൽ ഞാനൊരു പഞ്ചസാര 2 സ്പൂൺ എടുത്തിട്ടുണ്ട്.
ഇനി അതിലേക്ക് വെളുത്തുള്ളി ഒരു 5-6 അല്ലിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഇട്ടേക്കുന്നത് ഞാൻ അതിനകത്ത്. പിന്നെ ഇതിലേക്ക് വിനെഗറാണ് ആവശ്യമുള്ളത്. വിനെഗറും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അയ്യവ, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മയണൈസ് മന്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.